ദൈവവചനം പുഷ്ടഭോജനമാണ്. ദൈവവചനം ജീവൻ്റെ അപ്പമാണ്. ദൈവവചനം ശക്തിമാന്മാരുടെ അപ്പമാണ്. ദൈവത്തിൻ്റെ വചനം മായമില്ലാത്ത പാലാണ്. ദൈവവചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ്. ദൈവവചനം നിലത്ത് ഉലയിലൊരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനമാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. ദൈവവചനമാണ് നമ്മെ കുറവ് തീർത്ത് പണിയുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ നിത്യതയിലെത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മായമില്ലാത്ത പാല് കുടിച്ച് വളരേണ്ടവരാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്വാസവചനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ പ്രബോധനങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, നടക്കേണ്ട വഴിയുണ്ട്. ദൈവത്തിൻ്റെ വചനം നിത്യ ജീവമൊഴികളാണ്. ഇന്ന് പകൽ നിങ്ങൾ ശുഭമായിരിക്കേണ്ടതിന് ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എന്തു പാരമ്പര്യമാണ് ദൈവവചനം നമുക്ക് തരുന്നത്? അത് നമ്മുടെ പിതാക്കന്മാരുടെ പാരമ്പര്യമാണ്. അവരെല്ലാവരും ദൈവവചനത്തെ ബഹുമാനിച്ചവരും ദൈവവചനം എന്തു പറഞ്ഞോ അതങ്ങനെ തന്നെ അനുസരിച്ചവരുമാണ്. പ്രിയപ്പെട്ടവരെ, നോഹ ദൈവത്തിൻ്റെ കൽപ്പന അങ്ങനെ തന്നെ ചെയ്ത മനുഷ്യനാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട മോശെ ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്ത ഒരു ദൈവമനുഷ്യനാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതിരിക്കുമ്പോഴും കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്താൽ ചുവടുകൾ വെച്ച മനുഷ്യനാണ്. അവരെല്ലാവരും ദൈവവചനത്തെ അനുസരിച്ചവരാണ്. ഇന്ന് പകൽ ദൈവവചനം നിങ്ങളോട് അനുസരണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനത്തോട് അനുസരണം കാണിച്ചാൽ, വചനത്തിന് വിധേയപ്പെട്ടാൽ, വചനത്തിന് കീഴ്പ്പെട്ടാൽ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവവചനം ഒരിക്കലും നിങ്ങളെ ചതിക്കുകയില്ല. അത് മായമില്ലാത്ത പാലാണ്. ഈ ലോകത്തിലെ ഉപദേശങ്ങൾ, ഈ ലോകത്തിലെ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ ഒന്നും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കണ്ണടച്ച് വിശ്വസിക്കാം, ചേർത്ത് പിടിക്കാം, തലമുറയ്ക്ക് കൈമാറാം. വചനം സത്യമാണ്. വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അതിരുവായുത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. വചനത്തെ ഉയർത്തിയാൽ ദൈവം നിങ്ങളെ ഉയർത്തും. വചനത്തെ ആലിംഗനം ചെയ്താൽ വചനം നിങ്ങളെ ആലിംഗനം ചെയ്യും. നിങ്ങൾ വചനത്തെ മാനിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും. ദൈവ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.